പാചകവാതക ഉപഭോക്താക്കളുടെ രജിസ്ട്രേഷൻ പുതുക്കൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാക്കിയ നടപടിയിൽ പ്രതിഷേധം ശക്തം. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലുള്ളവർക്ക് കൊല്ലത്താണ് രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കൊല്ലം കമ്മീഷൻ ഓഫീസിന് സമീപത്തെ താൽക്കാലിക ഡെപ്യൂട്ടി റീജിയണൽ ഓഫീസിലാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. 3 ജില്ലകളിൽ നിന്നും വരുന്നവർ രാവിലെ 5 മുതൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. 300 മുതൽ 400 ടോക്കണുകളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. രാവിലെ എത്തുന്നവർ രാത്രി വൈകിയാലും വീടുകളിൽ എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതിനെതിരെ ഉപഭോക്തൃ സംഘടനകളും യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റീജിയണൽ ഓഫീസറെ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചു. കൺസ്യൂമർ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ IOC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അതാത് ജില്ലകളിലെ ഗ്യാസ് ഏജൻസികൾ വഴി രജിസ്ട്രേഷനും പുതുക്കലും ഏർപ്പെടുത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഉപഭോക്തൃ സംഘടനകൾ ആവശ്യപ്പെട്ടു. എല്ലാവരുടെയും പരാതി കൊണ്ടാതെ പെട്ടിലിട്ടിട്ട് അവർക്ക് പരീക്ഷിച്ചിട്ട് അതിന് നിയമ നടപടി എടുക്കാമല്ലോ. എന്നെ പാവപ്പെട്ട ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നത് ഇതിപ്പോ എല്ലാം ഈ 3 ജില്ലയിലാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അത് ആഴ്ച ഒരു ദിവസമേ വരുന്നുള്ളൂ. അത് ദിവസം എല്ലാ ദിവസവും വരുന്നില്ലെന്നാ പുള്ളി വരുന്നത്. എല്ലാ ആഴ്ചയിലും പുള്ളി വരുന്നില്ല. ഏജൻസി ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല. ടോക്കൺ സംവിധാനത്തിലും പിഴവുണ്ടെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. ഓഫീസിന് സമീപത്തെ ചായക്കടകളിലാണ് ടോക്കൺ ലഭിക്കുന്നത്. ഇത് അഴിമതിക്ക് കളമൊരുങ്ങുന്നു. കാർഡുടമ തന്നെ രജിസ്ട്രേഷൻ പുതുക്കലിനും എത്തേണ്ടതിനാൽ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളും വൃദ്ധരുമാണ്. മനുഷ്യത്വം നശിച്ച ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.